നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണം പോലെയാ ഇത്. നാട്ടുകാരെ പോലെ ഭക്ഷണം കഴിച്ച ഉടനെ അവര് പോവില്ല. പെണ്ണും ചെറുക്കനും ഇറങ്ങുമ്പോഴേ അവരിറങ്ങും. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം ഞാൻ എങ്ങനെ പിടിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനി എനിക്ക് പറ്റില്ല. നിനക്കറിയോ, എന്റെ മരുമകന്റെ കല്യാണമാണ് നടക്കുന്നത്. താലി കെട്ടുമ്പോ അവർക്കൊപ്പം മണ്ഡപത്തിൽ നിൽക്കേണ്ടവനാ ഞാൻ. നീ കാരണം എനിക്കത് കഴിഞ്ഞില്ല. നിനക്കറിയോ, ദൂരെ ഒരു അന്യനെ പോലെ നോക്കിക്കേണ്ടി വന്നു എനിക്ക്. ആ മക്കളെ ഒന്ന് ആശീർവദിക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. എനിക്ക് അവരെ കണ്ടൊന്ന് സംസാരിക്കണം, ഒന്ന് ആശീർവദിക്കണം. ഞാൻ കൂടി ക്ഷണിച്ചിട്ട് വന്ന എന്റെ ബന്ധുക്കളോടും നാട്ടുകാരോടും ഞാനൊന്ന് നേരെ മിണ്ടിയിട്ട് പോലുമില്ല. അവരെയൊക്കെ ഒന്ന് കാണണം എനിക്ക് സംസാരിക്കണം. നിന്റെ വീട്ടുകാരിവിടെ നിൽക്കുന്നിടത്തോളം അത് നടക്കില്ല. നീ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ നോക്ക്. എങ്ങനെ അവരെ ഇവിടുന്ന് പറഞ്ഞയക്കാനാ? അതൊന്നും എനിക്കറിയില്ല. നീ വലിയ സൂത്രക്കാരിയല്ലേ, എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കേ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതെ, തന്ത്രപൂർവ്വം സംസാരിച്ച് അവരെങ്ങനെയെങ്കിലും ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ നോക്ക്. അല്ല, എല്ലാരും ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നൊന്നും നടക്കില്ല. എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു വിടാൻ നോക്കണം. അയ്യോ, എന്താ ഇപ്പൊ ഒരു വഴി? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മുടെ ജീവനില്ലേ, അവനെ പെണ്ണിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരാൾ അടിച്ചു. അവനെ തിരിച്ചടിക്കാതെ പോകില്ലെന്ന് പറഞ്ഞ് നടക്കുക ജീവനും കൂട്ടരും. ഫംഗ്ഷൻ അലങ്കോലമാകുന്നൊരു പേടിയുണ്ടിരിക്കെ. യുവമാരെ കൊണ്ട് തോറ്റല്ലോ. എവിടെ ചെന്നാലും പ്രശ്നം. അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അവര് പറയുന്നത്. വരുന്നു. എല്ലാം പറഞ്ഞാണല്ലോ. അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. ചോദിക്കണം, നിങ്ങളും കൂടെ വാ. ഇവിടെ നല്ലൊരു ഫംഗ്ഷൻ നടക്കുക, അത് നിങ്ങൾ മറന്നോ? എന്തായാലും ചോദിച്ചേ പറ്റൂ. അവനെ അടിക്കണം. എന്തിനാ അവൻ നിന്നെ അടിച്ചേ? എന്താ വിഷയം? ഞങ്ങളുടെ സംസാരം അവൻ ഇഷ്ടപ്പെട്ടില്ല, അതാ അടിച്ചത്. അപ്പൊ അടിക്കാൻ മാത്രം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ദോ അവനാ. നിങ്ങൾ വാ. ഇപ്പൊ തന്നെ അടിക്കാം. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കില്ലേ? അവൻ ഇപ്പൊ തന്നെ അടിക്കണം. പ്രശ്നം ഉണ്ടാക്കരുത്. ഈ ഫംഗ്ഷൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ജീവ, നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. നീ ധൈര്യമായിട്ട് ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ പ്ലീസ്. തല്ല് വാങ്ങിച്ചിട്ട് പോയ എനിക്ക് മനസ്സില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, പയ്യന്റെ വീട്ടുകാർക്ക് അവമാന. നിങ്ങൾ വന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങള് പോയിക്കോളാം. അതെ, നിങ്ങൾ ഈ ഫംഗ്ഷൻ അലങ്കോലമാക്കരുത്. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അവൻ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്ക കാരണമുണ്ട്. ഇവരെ മാളുവിനെ കുറിച്ച് വേണ്ടാതിനും പറഞ്ഞു. രണ്ടുപേരും ഒളിച്ചോടി പോയി. ഒരു ദിവസം താമസിച്ചില്ലേ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാവും. ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു. അവന്റെ പെങ്ങളെ കുറിച്ചാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അവൻ തല്ലിയിട്ടേ ഉള്ളൂ, കൊല്ലാതെ വിട്ടത് ഭാഗ്യമെന്ന് കരുതിയാ മതി. അവനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. നീ അങ്ങനെ പറഞ്ഞോ? അത് നീ അങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. എന്താ കാര്യം? വാടാ. അവനെ നിനക്ക് എത്ര എണ്ണം തന്നെന്ന് ഓർമ്മയുണ്ടോ? 2 എണ്ണം. നീ പറഞ്ഞത് വച്ച് നിനക്ക് 3 എണ്ണം തരണമായിരുന്നു. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. നീയൊക്കെ ഭക്ഷണം കഴിച്ചായിരുന്ന? ഇല്ല. അപ്പോ രണ്ടുപേരും പോയി ഭക്ഷണം കഴിക്കും, എന്നിട്ട് വീട്ടിൽ പോക്കോ. അവന്റെ പുറകെ ഒന്നും നടക്കണ്ട.
കേട്ടറാ പോ പോടെ. ഇദ്ദേഹം ആള് കൊള്ളാലോ. എന്റെ സ്വന്തം അളിയനല്ലേ, വലിയ മനുഷ്യ സ്നേഹിയാ. അതെ. എന്റെ ബ്രോ ഒന്നും പറയണ്ട. കല്യാണത്തെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആംബിയൻസ്. ഷോ എന്തൊരു ഭംഗിയാ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയേ വേണ്ട. പായസം 4 തരവാ. ബ്രോയും കൂടെ വരണമായിരുന്നു. എന്താ വിളിക്കാതെ എങ്ങനെ വരുമെന്നോ? എന്റെ ബ്രോ, വിളിക്കാതെ നമ്മൾ എത്ര കല്യാണങ്ങൾക്ക് പോയി ഉണ്ടിരിക്കുന്നു. ശരി ബ്രോ, ശരി ശരി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് കൂടണം. ഞാൻ വിളിക്കാം ബ്രോ. ബ്രോ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആ പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രോയ്ക്കും അതിൽ ഇഷ്ടപ്പെട്ടു. സെയിം തിങ്സ്. സുധി എങ്ങനെയെങ്കിലും ഷോപ്പിലേക്ക് പറഞ്ഞയക്കണം. സുധിയെ മാത്രമല്ല, ഓരോരുത്തരെയും. കഴിച്ചത് ദഹിച്ചു, പിന്നെ വിശക്കുക. ഒന്നുകൂടെ ഒന്ന് പോയി ഭക്ഷണം കഴിച്ചാലോ? ആ സച്ചിയെങ്ങാനും കണ്ട പിന്നെ കളിയാക്കും. അവൻ കാണാതെ പോയി കഴിക്കാം. അത് ഐഡിയ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കഴിച്ചതുമാണ്. നല്ല ദഹനശക്തി. സുധീനും പോയില്ലേ? പോവാനോ? എവിടെ പോവാൻ? ഞാൻ സുധിയോട് പറഞ്ഞല്ലേ, ഫുഡ് കഴിച്ച ഉടൻ ഷോറൂമിൽ പോവാൻ. എപ്പോ പറഞ്ഞു? അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറഞ്ഞില്ലേ? ഏയ്, നീ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. എന്റെ സുധി, കുറച്ചെങ്കിലും ഉത്തരവാദിത്ത ബോധം വേണം. കഷ്ടം തന്നെ സുധിയുടെ കാര്യം. അല്ല, ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പോണമെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് പോവാം. അതിന് സുധി ഫുഡ് കഴിച്ചല്ലോ. എന്റെ സുധി, പതുക്കെ പറ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഒന്നുകൂടെ ഒന്ന് കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് പോവാം. സുധി, അവിടെ നിൽക്ക്. നാണോ മാനോ ഇല്ലേ? വൃത്തികേട് കാണിക്കല്ലേ. എന്റെ ശ്രുതി, വിശക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നത് അത്ര വലിയ വൃത്തികേടാണോ? അല്ല, ഒരേ ഫംഗ്ഷന് വന്ന് 2 പ്രാവശ്യം കഴിക്കുന്നതേ കുറച്ച് വൃത്തികേട് തന്നെയാ. ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? എനിക്ക് വിശക്കുന്നു ശ്രുതി. വിശക്കുന്നുണ്ടെങ്കിലേ പുറത്തുനിന്ന് കഴിച്ചോ. ചെല്, കഴിച്ചിട്ട് ഷോറൂമിൽ പൊക്കോ. ഇന്നിനി ഷോറൂമിലൊക്കെ പോണോ? പെണ്ണിന്റെയും ചെറുക്കന്റെയും കൂടെ ചെറുക്കന്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ അശോകൻ ഞങ്ങൾ എന്ത് പറയും? എല്ലാവരും ചെറുക്കന്റെ വീട്ടിലേക്ക് പോണമെന്നൊന്നും ഇല്ല. അശോകൻ ഞങ്ങളോട് ഞാൻ പറഞ്ഞോളാം. കുറച്ചു മുമ്പേ നമ്മുടെ സ്റ്റാഫ് സുധ വിളിച്ചിരുന്നു. ഷോറൂമിൽ നല്ല തിരക്കുണ്ടെന്നും പറഞ്ഞു. സുധി പോയേ പറ്റൂ. എങ്കിലേ നീയും കൂടെ വാ. എനിക്കിവിടെ ജോലിയുണ്ട്. പെണ്ണിറങ്ങുമ്പോ എനിക്ക് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. ചെല്ല് സുധി, സമയം കളയല്ലേ. ഞാൻ ഇറങ്ങുമ്പോ സുധിയെ വിളിച്ചോളാം. അല്ല, ഞാൻ പോയി കഴിച്ചിട്ട്. ചെല്ല് സുധി, പറഞ്ഞ കേക്ക്. തിരക്കുണ്ടെന്ന് ചെല്ല്. അങ്ങനെ സുധി പോയി. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്നു രവി. അച്ഛാ, എന്നാ ഞങ്ങൾ ഇറങ്ങാണേ. അപ്പൊ നിങ്ങള് ചെറുക്കന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ലെങ്കിലേ ഞങ്ങളൊരു ടൂർ പോകുന്നുണ്ട്. ഞങ്ങൾ പിന്നൊരു ദിവസം വരാം. എന്നാ പോയിട്ടോ. അച്ഛാ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ ചെല്ലേ, പോയി അടിച്ചു വിളിക്കട്ടോ. പെട്ടെന്ന് വന്നേക്കണം. ലോകം മൊത്തം ചുറ്റരുത്. വേണ്ട എടുക്കണം. ദേ, നിങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് സമയമൊക്കെ എടുത്ത് തിരിച്ചു തന്നാ മതി കേട്ടോ. സൂക്ഷിച്ചു പോണേ. ചെല്ലേ. ശരി അങ്കിളെ. ചെല്ലടാ. അവർക്ക് ഇപ്പൊ പോകേണ്ട വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട്. അതെ, അവരെ ഹണിമൂൺ കപ്പിൾസാ, നമ്മളെ പോലെ അല്ല. മനസ്സിലായ? ഓ, വേണമെങ്കിൽ പോവാ. അവര് പോയി കിട്ടി, സമാധാനം. ഇനി അങ്കിളിനെ ആന്റി എന്ത് പറഞ്ഞിവിടുന്ന് ഒഴിവാക്കും? ഓ, ഭവാനി. ചന്ദ്രേ, ഞങ്ങളിപ്പോ വീട്ടിലോട്ട് പോവട്ടോ. ചെക്കന്റെ വീട് കാണാൻ പോണ്ടേ? ചെന്നിട്ട് വേണം ഒരുക്കങ്ങളൊക്കെ നടത്താൻ. വീട് കാണാനോ? ആന്നേ,
പെണ്ണിന്റെ വീട്ടുകാര് അടുക്കള കാണാൻ പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അതിനു വേണ്ടിയാ ഒരുക്കങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ്. മനസ്സിലായി മനസ്സിലായി. എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. പോയിട്ട് വരാം. ശരി ശരി. നിങ്ങളൊക്കെ നേരത്തെ എത്തിയല്ലേ? അതെ. എന്റെ മോളെ കല്യാണം കഴിച്ചതും ഇതുപോലെ വലിയൊരു വീട്ടിൽ നിന്ന്. അവര് വലിയ പണക്കാരാണല്ലേ? ശരി, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആന്റി, നീ ഇത് എവിടെ പോയതാന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ ഇതിലെല്ലാം തിരക്കി നടക്കുമായിരുന്നു. ഞാനും ആന്റിയെ നോക്കായിരുന്നു. ആണോ? അല്ല ആന്റി, ഭവാനിന്റെ വീട്ടിൽ പോകുന്നില്ലേ? ഞങ്ങൾ എന്തിനാ പോകുന്നേ? അവരെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റൂ ആന്റി. സഹായത്തിനൊക്കെ ആരേലും വേണ്ടേ? അല്ല, അങ്കിളും ആന്റി അവരുടെ വീട്ടിലേക്ക് ചെല്ല്. അല്ല, മാളു ഇറങ്ങുമ്പോ എനിക്കൊന്ന് ടച്ചപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പോയനെ കൂടെ. പിന്നെ അശോകനങ്ങളും അവിടെ ഇല്ല. അവിടേക്ക് പോവാനും പറ്റില്ല. അപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് അങ്കിള് വേണ്ടേ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ. അപ്പോ അങ്കിളിന്റെ കൂടെ ആന്റിയും കൂടെ പോ. അതൊക്കെ വേണോ? വേണം ചന്ദ്രേ. ശ്രുതിമോള് പറഞ്ഞത് ശരിയാ. ചെറുപ്പമാണെങ്കിലും ശ്രുതിമോൾക്ക് കാര്യഗൗരവമുണ്ട്. നമുക്കതില്ലാതെ പോയല്ലോ. അത് നമ്മളവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ഭവാനിയെ സഹായിക്കുകയും ചെയ്യണം. നമുക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ. നമ്മളവിടെ വെറുതെ ഇരിക്കല്ലേ ചന്ദ്രേ. വാ, നമുക്ക് അശോകന്റെ വീട്ടിലേക്ക് പോവാം. മോളെ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ശരി അങ്കിളെ. ശരി മോളെ. ശരി ആന്റി. അങ്ങനെ അവരും പോയി. ഇനി ആ സച്ചിൻ രേവതയും കൂടെ പറഞ്ഞു വിടണം. എന്തുപറ്റി? വേദനയുണ്ടോ? ചെറിയ വേദന ഉണ്ട്. എങ്ങനെ വേദന ഇല്ലാതിരിക്കും? ഇറച്ചി വെട്ടുന്ന കൈകൊണ്ടല്ലേ കിട്ടിയത്. പല്ല് താഴെ വീഴാത്തത് ഭാഗ്യം. ഇവിടെ ഇല്ലേ? സച്ചിൻ രേവതയും കാണുന്നില്ലല്ലോ. അവരെ കൂടി പറഞ്ഞു വിട്ടാ സമാധാനായി. അവരെ പറഞ്ഞുവിടാൻ എന്താ ഒരു വഴി? ഐഡിയ കിട്ടി. അവര് രണ്ടുപേരും എവിടെയാണോ ഉള്ളത്? നോക്കാം. മോളെ രേവതി, ഡെക്കറേഷൻ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ആന്റി. എന്റെ മോന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. അവന്റെ കല്യാണത്തിന് നീ തന്നെ ഡെക്കറേറ്റ് ചെയ്യണം. ശരി ആന്റി. സുഖമായിട്ടിരിക്കുന്നു. ആന്റിക്ക് എങ്ങനെയുണ്ട്? അങ്ങനെ പോകുന്നു. രേവതി, ഒന്നിങ്ങ വന്നേ. ഇപ്പൊ വരാമേ. ഒരു മിനിറ്റ്. എന്താ ശ്രുതി? വന്നേ, ഞാൻ പറയാം. എന്താ എന്നെ കൊണ്ടുവന്നേ? എന്താ കാര്യം പറ. സച്ചി എവിടെ? അപ്പുറത്ത് എവിടെയുണ്ട്? എന്താ ചോദിച്ചേ? ആ ഗുണ്ടകള് സച്ചി അടിക്കും കേട്ടോ. ഏത് ഗുണ്ടകള്? നേരത്തെ സച്ചി ഒരുത്തനെ അടിച്ചില്ലേ? അവനും അവന്റെ ഫ്രണ്ട്സും. എന്നാ പിന്നെ അവരുടെ കഷ്ടകാലം. അല്ലാതെ എന്തു പറയാനാ? അവർക്കിന്ന് അവരുടെ വീട്ടിൽ പോകാൻ പറ്റില്ല. പോകുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കും. സച്ചേട്ടനെ അറിയാലോ. പാവങ്ങള്, അവർക്ക് സച്ചേട്ടനെ അറിയാതെ പോയി. അതുകൊണ്ടാ അടിക്കാനും പിടിക്കാനും ഒക്കെ പോകുന്നേ. അവര് ഭക്ഷണം കഴിക്കുമ്പോഴേ സച്ചിയെ വെറുതെ വിടില്ല. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അവന്റെ കൈയും കാലും തല്ലിയൊടിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് വേറൊരുത്തം പറഞ്ഞു, കൈയും കാലും തല്ലിയൊടിച്ച മാത്രം പോരാ, തട്ടിക്കളയണം അത്രേ. ഞാൻ അവരെ കുറിച്ച് ചെക്കൻ്റെ അച്ഛനോട് ചോദിച്ചു. നാട്ടിലുള്ള ഗുണ്ടകളാ, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്ന് അദ്ദേഹം പറഞ്ഞത്. പ്രശ്നാവോ, സച്ചി അവരെന്തേലും ചെയ്യുമെന്ന പേടി അദ്ദേഹത്തിനുണ്ട്. ഞാൻ അവരെ കുറിച്ച് ചെക്കൻ്റെ അച്ഛനോട് ചോദിച്ചു. നാട്ടിലുള്ള ഗുണ്ടകളാ, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്ന് അദ്ദേഹം പറഞ്ഞത്.
പ്രശ്നാവോ സച്ചി അവരെന്തേലും ചെയ്യുമെന്ന പേടി അദ്ദേഹത്തിനുണ്ട്. നീയേ പെട്ടെന്ന് തന്നെ സച്ചിയും കൂട്ടി വീട്ടിലേക്ക് ചെല്ല്. എന്ത് അവരെ പേടിച്ചിട്ട് പോവാനോ? അത് കൊള്ളാം. അവരെ അവരുടെ വീട്ടിലേക്ക് വിടുന്നതായിരിക്കും നല്ലത്. സച്ചേന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ അവരുടെ കഥ കഴിക്കും സച്ചേട്ടൻ. ദേ സച്ചേട്ടൻ എവിടെയും പോവാൻ പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. ഏശന്നില്ലല്ലോ, ഒന്ന് മാറ്റി പിടിച്ചാലോ? കഴിഞ്ഞല്ലോ, ഇനി വേറൊന്നുമില്ലല്ലോ. രേവതി പോവല്ലേ, നിക്ക് ഞാൻ പറയട്ടെ. സച്ചിയെ തല്ലി അവൻ തിരിച്ചു തല്ലെന്ന് എനിക്കറിയാം. ഒടുക്ക അവനെ ജയിക്കൂ, അതും എനിക്കറിയാം. പിന്നെന്തിനാ സച്ചേട്ടനെ കൂട്ടി പോവാൻ പറയുന്നേ? ഓ എന്റെ രേവതി, നീ ഇത്ര മണ്ടിയായി പോയല്ലോ. ഇതൊരു കല്യാണ മണ്ഡപമല്ലേ? കല്യാണം കഴിഞ്ഞ് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുക. അതിനിടയിൽ ഇവിടെ അങ്ങനെ അടി നടന്ന ഈ ഫംഗ്ഷൻ അലങ്കോലാവില്ലേ? ഫംഗ്ഷൻ അലങ്കോലാക്കിയ അതിന്റെ കുറ്റം സച്ചിയുടെ തലയിലാവും. എല്ലാവരും കൂടി സച്ചിയെ കുറ്റപ്പെടുത്തും. അവരെ മുന്നും പിന്നും നോക്കാത്ത ഗുണ്ടകളാ. സച്ചി അങ്ങനെ അല്ലല്ലോ രേവതി. അവൻ ഒഴിഞ്ഞു മാറണമായിരുന്നെന്ന് എല്ലാരും പറയുകയും ചെയ്യും. അത് ശരിയാ, ഞാനിത് നേരത്തെ സച്ചേട്ടനോട് പറയുകയും ചെയ്തു. എന്നിട്ടാണോ അവരടിച്ച സച്ചേട്ടൻ തിരിച്ചടിക്കുന്നൊക്കെ നീ ഇപ്പൊ പറഞ്ഞേ? അല്ല, ചുമ്മാ മുട്ടാൻ വന്നാ വെറുതെ വിടാൻ പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞതാ. രേവതി, ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണമാ. അങ്കിളും അശോകനങ്ങളും തമ്മിലുള്ള ബന്ധം രേവതിക്ക് അറിയാലോ. ഈ ഫംഗ്ഷൻ എങ്ങാനും അലങ്കോലം ആയാലേ അത് നമ്മളെയൊക്കെ ബാധിക്കില്ലേ? ആ ഗുണ്ടകൾക്കേ ഒന്നുമില്ല നഷ്ടപ്പെടാൻ. കുറ്റം മുഴുവൻ സച്ചിയുടെ തലയിലാവുകയും ചെയ്യും. അങ്കിളിന് വിഷമാവും. അങ്കിളും അശോകനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പോലും ഇത് ബാധിക്കും. അശോകനങ്ങളും ഭവാനി ആന്റിയും മാളും ഒക്കെ ഈ കാണുന്നവരോടൊക്കെ പറയുന്നത് ഈ കല്യാണം നടക്കാൻ കാരണം സച്ചിൻ രേവതിയാണെന്നാ. കല്യാണം നടക്കാൻ കാരണക്കാരനായ സച്ചി തന്നെ അത് അലങ്കോലമാക്കാനും കാരണക്കാരനാവണോ? ശരിയാ, നീ പറയുന്നതില് കാര്യമുണ്ട്. അതാ രേവതി പറഞ്ഞത്, കാര്യമുണ്ട്. കല്യാണം എന്ന് പറയുന്നത് ഏതൊരാളുടെ സ്വപ്നമല്ലേ? ഫംഗ്ഷൻ ഭംഗിയായി നടക്കട്ടെ, അതിനുവേണ്ടി ഒന്ന് മാറി നിന്നാ ഒന്നും വരാൻ പോകുന്നില്ല. നീ സച്ചിയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ. പെട്ടെന്ന് വാ. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. 24-ാം തീയതി രാവിലെ 9 മണിക്ക് വണ്ടി കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. നിങ്ങളെല്ലാം അവിടെ റെഡി ആയിട്ട് നിന്നാൽ മാത്രം മതി. ഓ, അത് കേട്ടാ മതി. വാ ഏട്ടാ, നമുക്ക് പോവാം. മഹേഷേ, 24-ാം തീയതി രാവിലെ ഒരു ഓട്ടം ഉണ്ട്. നമ്മുടെ അടുത്തൊരു പാർട്ടിയാ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാം. എന്താ എവിടെ നിൽക്കായിരുന്നു സച്ചേട്ടൻ? എന്താ രേവതി? അത് പിന്നെ എന്താ പറയാനുള്ളത്? പറ. അതെ, അവര് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആര്? നേരത്തെ നിങ്ങളെ തല്ലിയില്ലേ, അവനും അവന്റെ ഫ്രണ്ട്സും. അവര് വലിയ ഗുണ്ടാ സംഘമാണത്രേ. അവര് നിങ്ങളെ തിരിച്ച് തല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിരിക്കാതെ. എന്റെ രേവതി ചുമ്മാരിക്കും, ചിരിപ്പിക്കല്ലേ. ഇപ്പൊ ഒരുത്തൻ ചിരിപ്പിച്ചിട്ട് വയറുവേന എടുപ്പിച്ചിട്ട് പോയതേ ഉള്ളൂ. ഇത് തമാശ അല്ലേ? ഞാൻ അവരെ പിടിച്ച് പോവാനോ? അത് വേറെ ആളെ നോക്കണം. സച്ചേട്ടാ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നൊന്ന് അനുസരിക്ക്, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. വാ സച്ചേട്ടൻ വന്നേ. എന്തൊരു കഷ്ടം ഇത്. നമ്മുടെ അച്ഛനും അശോകൻ അങ്കിളിനും വേണ്ടിയിട്ടാ ഞാനിത് പറയുന്നത്. അവരെ പേടിച്ചിട്ട് ഇവിടുന്ന് പോകുന്നു എന്നൊരു തോന്നലൊന്നും വേണ്ട. എനിക്കറിയില്ല എന്റെ സച്ചേട്ടനെ. അവരെയൊക്കെ ഒതുക്കാൻ സച്ചേട്ടന് ഒരാള് മതി. ഈ കല്യാണം നടക്കാൻ കാരണം നമ്മളല്ലേ. അത് അലങ്കോലപ്പെടാൻ നമ്മൾ എന്തിനാ കാരണക്കാരാവുന്നേ? വാ സച്ചേട്ടാ, നമുക്ക് പോവാം.
ശരി ശരി നമുക്ക് പോവാം. അല്ല അശോകനങ്ങളോട് പറയണ്ടേ? ഒന്ന് പറഞ്ഞിട്ട് പോവാം. വാ. പറഞ്ഞ അവര് നമ്മളെ വിടാനൊന്നും പോകുന്നില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ പോയേക്കാം. സച്ചേട്ടൻ ഇപ്പൊ വാ. ഓണോ രേവതി, ഇവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞില്ലല്ലോ. ഓണം വന്നിങ്ങോട്ട് വാ. വരാ രേവതി, വാ ഇങ്ങോട്ട്. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു എന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. നീ ബുദ്ധിശാലി ആയതുകൊണ്ട് മാത്രമല്ല, ആ വീട്ടുകാരെ മണ്ടന്മാരായതുകൊണ്ടാ നിനക്ക് ഇത്രയും കാലം പിടിച്ചിരിക്കാൻ പറ്റിയ. മാള് പറഞ്ഞിട്ടാ ഞാൻ നിങ്ങളെ വിളിച്ചേ. അവളുടെ ഒരു ആഗ്രഹമല്ലേ. രണ്ടുപേരും വന്നിട്ട് പോ.